നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കണ്ണടച്ചങ്ങ് കിടക്കായിരുന്നില്ലേ? പതുക്കെ പതുക്കെ അങ്ങ് ഉറക്കം വന്നേനായിരുന്നല്ലോ. ഈ പ്രണവെന്താ പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവം മാറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശിവാനി ഇളക്കി വിട്ടതാണെങ്കിൽ തന്നെ അവനിങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? എന്തോ ആവട്ടെ ഗൗതം, ഇനിയിപ്പോ അവനെ ശിവാനിയായിട്ട് പിരികേറ്റി വിട്ടതാണെങ്കിലും ശരി, സ്വന്തം തീരുമാനമാണെങ്കിലും ശരി, അവന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് വേണം നമ്മൾ തീരുമാനിക്കാൻ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? സ്വന്തമായിട്ട് ആരും ഇടപെടാത്ത ബിസിനസ് വേണമെന്നല്ലേ അവന്റെ ആഗ്രഹം. നമ്മൾ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? അവനവന്റെ വഴി നോക്കട്ടേന്നേ. എന്ത് മനസ്സിലാക്കിട്ടാ നിധി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുറച്ച് മുന്നേ പോലും ഇപ്പൊ തനിച്ച് ബിസിനസ് തുടങ്ങണ്ടെന്ന് അവനെ ഉപദേശിച്ചവളല്ലേ നീ? പെട്ടെന്നെന്താ നിനക്ക് മനസ്സ് മാറിയത്? ഞാൻ കുറെ നേരമായിട്ട് ആലോചിക്കുകയായിരുന്നു, എത്ര നാളെന്ന് കരുതിയാ ഒരാളെ നമുക്ക് പിടിച്ചു നിർത്താനാവുന്നത്? എന്ന് കരുതി അവനെ അവന്റെ വഴിക്ക് വിടാൻ പറ്റുമോ? ബിസിനസ്സിൽ അവന് എത്രത്തോളം അറിവുണ്ടെന്ന് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഓരോ ചൂടിലും ചതിക്കുഴികളുള്ള ഫീൽഡാണിത്. കോടികൾ മുടക്കി കളിക്കുമ്പോൾ ഒന്നും അറിയാതെ ചെന്ന് ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കര കയറാൻ പറ്റാത്ത കുഴിയിലേക്കായിരിക്കും ചെന്ന് വീഴുന്നത്. ഗൗതം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പ്രണവ് അത് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ പ്രശ്നം അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാനാവില്ലെന്നാണ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഇത് കൂടുതൽ വഷളാവും. ഈ വീട്ടിലെ സമാധാനം നശിക്കും. അമ്മയ്ക്ക് കണ്ണീരൊഴിഞ്ഞ നേരം കാണില്ല പിന്നെ. ഗൗതം പ്രണവിന്റെ നല്ലതിനു വേണ്ടിയായിരിക്കും പറയുന്നത്. അവനൊരു ചതിവ് പറ്റരുതെന്നുള്ള കരുതലും കാണും. പക്ഷേ അത് തിരിച്ചറിയാനുള്ള ബോധം അവനില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ബോധം ഉണ്ടാവട്ടെ, എന്നിട്ടൊക്കെ തനിച്ച് ബിസിനസ് തുടങ്ങാം. അതിനി ഈ ജന്മം നടക്കില്ല ഗൗതം. ആ ശിവാനി പ്രണവിന്റെ സ്വഭാവത്തെ സ്വാധീനിച്ചു തുടങ്ങി. ഇനി ഗൗതം എതിര് നിന്നാൽ ഗൗതമിനെ ശത്രുവായിട്ടേ പ്രണവ് കാണൂ. ഗൗതമിന് പ്രണവിനോടുള്ള അതേ സ്നേഹം എനിക്കുമുണ്ട്. പക്ഷേ അവന്റെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ദേഷ്യം നമ്മളോടുള്ള പകയായി മാറുന്നതിന് മുൻപ് അവനെ സ്വന്തം വഴിക്ക് വിടുന്നതാവും നല്ലത്. ഇനി ആലോചിക്കാൻ ഒന്നും അതിലില്ല ഗൗതം. ശരിയായ തീരുമാനം അതാണ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. പിണങ്ങിയിട്ടല്ല, ഇണക്കത്തോടെ തന്നെ പുതിയ ബിസിനസ് ആരംഭിക്കാനുള്ള അനുവാദം അവന് കൊടുക്കണം. നീ പറഞ്ഞാലും കാര്യമുണ്ട്. പറക്കാൻ പറ്റിയെന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ തനിച്ച് പറന്നകരുന്നതിന് മുമ്പേ പറക്കാൻ അനുവദിക്കുന്നതാണ് നല്ലത്. പിടിച്ചു വയ്ക്കാൻ പാടില്ല. നാളെ തന്നെ അവനോട് പുതിയ ബിസിനസ് തുടങ്ങിക്കോളാൻ പറയാം. ഗൗതം ഇപ്പൊ ഒന്ന് റിലാക്സ്ഡ് ആണ്. നിഖിലിന്റെ പൈസയുടെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഗൗതം, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിധി, ഞാൻ വേറൊരു കാര്യം പറയട്ടെ? എന്താ? എന്തായാലും പ്രണവിന് പുതിയ ബിസിനസ് തുടങ്ങാൻ അനുവാദം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. പിന്നെന്തിനാ അത് നാളത്തേക്ക് മാറ്റിവെക്കുന്നത്? ഇന്ന് രാത്രി അവൾ എന്തെങ്കിലും പറഞ്ഞ് അവനെ എരിവേറ്റുന്നതിന് മുമ്പ് ഇന്ന് തന്നെ അവനെ വിളിച്ച് കാര്യം അങ്ങ് പറഞ്ഞേക്കാം. അവൻ സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. അത് നല്ലതാ. അല്ല, നിധി എന്താ പറയാൻ വന്നത്? ഏയ് ഒന്നുമില്ല, ഞാനത് പിന്നെ പറയാം. ഗൗതം പോയി പ്രണവിനോട് സംസാരിച്ചിട്ട് വാ. നിഖിലിന്റെ 2 ലക്ഷം രൂപയുടെ കാര്യം പറയാൻ പറ്റുന്നില്ലല്ലോ. അവന് പൈസ എവിടുന്ന് ഒപ്പിച്ചു കൊടുക്കും?
ഇവന്റെ മനസ്സിനി മാറാതെ നോക്കുക എന്നതാ പ്രധാനപ്പെട്ട കാര്യം. തീയിൽ ചവിട്ടിയതുപോലെ വെപ്രാളപ്പെട്ട് പിടഞ്ഞു നിൽക്കണം എപ്പോഴും. ആന്റി ആയിരിക്കും ഗൗതമന്റെ ഭക്ഷണം പിടിച്ച് പ്രണവിനെ തണുപ്പിക്കാൻ വേണ്ടി വന്നേക്ക്. പ്രണവോടെ എന്താ കാര്യം? എന്താ കാര്യം ഞാൻ അവനോട് പറഞ്ഞോളാം. എന്നോട് പറഞ്ഞ എന്താ കുഴപ്പം? നീ അവനെ വിളിക്കേ, എനിക്ക് അവനോട് സംസാരിക്കാനുള്ളത്. അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റത്തില്ല. കുറച്ചു നേരത്തെ പ്രണവുമായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ ഉള്ളൂ. പിന്നെ ഇതിനെ വീണ്ടും നിങ്ങൾ വന്നിരിക്കുന്നത് വഴക്കുണ്ടാക്കാൻ തന്നെയല്ലേ? പോ നോക്ക്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഥ അടയ്ക്കുന്നത്. ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നീയാണ്. എന്റെ അനിയനോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ നീ ആരാ? വക്കീലന്മാരുണ്ടാക്കി തന്ന ഒരു എഗ്രിമെന്റിന്റെ പേരിൽ 6 മാസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന നീ എനിക്ക് കണ്ടീഷൻ വെക്കുന്നു. പ്രണവന്റെ അനിയന, ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ വഴക്ക് കൂടും, ചിലപ്പോൾ സ്നേഹിക്കും. അത് ഞങ്ങൾക്കിടയിലെ കാര്യം. നീ ഇതിലിടപെടണ്ട. നീ അവനെ വിളിക്ക. നടക്കില്ല എന്ന് പറഞ്ഞില്ലേ? നീ പ്രണവനെ വിളിക്കുന്നോ അതോ ഞാൻ അകത്ത് കയറി വിളിക്കണോ? അകത്തേക്ക് കയറാൻ എനിക്ക് നിന്റെ അനുവാദമൊന്നും വേണ്ട. അത് നടക്കില്ല ഗൗതം. പ്രണവ് എന്റെ ഭർത്താവാ. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ അനിയനാവൂ. വിവാഹം കഴിഞ്ഞ ഭാര്യയ്ക്കാണ് അധികാരം. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മുറിക്കകത്ത് കയറാൻ പാടില്ല. ഇതിപ്പോ എന്റെ കൂടി മുറിയാണല്ലോ. എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭർത്താവിനെ അപമാനിക്കാൻ നോക്കിയാ പിന്നെ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് പോവാൻ നോക്ക്. ശിവാനി, ഒരുപാട് അഹങ്കരിക്കരുത്. നീ മാറങ്ങോട്ട്. മാറാൻ നോടക്കില്ലെന്ന് പറഞ്ഞില്ലേ? പോ നോക്കിയേ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. പോ. ബലം പ്രയോഗിക്കാൻ നിൽക്കണ്ട. മാറങ്ങോട്ട്. നിങ്ങൾ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പോ നോക്ക്. എന്താ ശിവാനി? പ്രണവേ, ദേ ഇങ്ങോട്ട് വരല്ലേ. ഗൗതം ദേ വീണ്ടും വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുക. അകത്തേക്ക് കയറുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ബലമായിട്ട് കയറാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത പറയല്ലേ. എടാ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നൊന്നുമല്ല. പ്രണവേ, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ. പ്രണവേ, ഇറങ്ങി പോവല്ലേട്ടാ. വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെയാ വന്നിരിക്കുന്നത്. ചിലപ്പോ തല്ലുകയും ചെയ്യും. വരല്ലേ ഇങ്ങോട്ട്. നിനക്കത് എന്തിന്റെ കുഴപ്പ ശിവാനി? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? മാറി നിൽക്കും മുമ്പിൽ നിന്ന്. എന്റെ മുറിയുടെ വാതിക്കൽ വന്ന് നിന്നിട്ട് ഇവളോട് മാറിയിക്കാൻ പറയാൻ നിങ്ങളാരാ? ശിവാനി കൊണ്ട് മാറിക്കേ. ഇയാൾ എന്ത് ചെയ്യുന്നു എനിക്കൊന്ന് കാണാമല്ലോ. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നിങ്ങൾക്ക് ഇപ്പൊ എന്തുവാ വേണ്ടത്? വഴക്കുണ്ടാക്കിയിട്ടൊന്നും മതിയായില്ലേ? താഴെ വെച്ച് തല്ലാൻ പറ്റാഞ്ഞിട്ടാണ് ഇപ്പൊ രഹസ്യമായിട്ട് മുറിയിലോട്ട് വന്നത്. എങ്കിൽ തല്ലെന്നേ. ഞാനൊന്ന് കാണട്ടെ. ഒന്ന് തല്ലെന്നേ. ആഹാ, ഞാൻ കൊളുത്തി വെച്ചൊരു തീയങ്ങ് ആളി പടരുന്നുണ്ടല്ലോ. നിനക്കിത് എന്താടാ പ്രണവേ പറ്റിയത്? ഞാൻ അതിന് നിന്നെ തല്ലണമെന്ന് പറഞ്ഞോ? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അപ്പൊ ഞാനാണ് ദേഷ്യപ്പെടുന്നേ അല്ലേ? നിങ്ങളപ്പോ ഓഫീസിൽ വെച്ച് കാണിച്ചെന്തുവാ? നേരത്തെ ഡൈനിങ് ടേബിളിൽ വെച്ച് കാണിച്ചെന്തുവാ? അതൊക്കെ സാരോപദേശമായിരുന്നോ? ഇപ്പൊ എന്നെ തല്ലാൻ വേണ്ടിട്ടല്ലേ എന്റെ മുറിയിലോട്ട് കയറി